ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്കത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്ക് പരിപ്പ് കറി, മീൻ പൊരിച്ചത്, അതേപോലെ വായ്ക്കൊപ്പേരി, അച്ചാറ്, ഇതൊക്കെ ആയിട്ട് നമുക്കിന്ന് ഫുഡ്. അപ്പോൾ നമുക്ക് പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. കുക്കർക്ക് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിക്ക് വല്യുള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ചൊരു മുളകും പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും പറന്നുകാണ്ട് അത് കുക്കറിൽ വെക്കട്ടോ. ഒരു വിസിലടിക്കണത് വരെ വെച്ച് കൊടുക്കട്ടോ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായ്ക്കായും തന്നെ നുറുക്കി വെച്ചുകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതും അതേപോലെ ഒരു ചട്ടിക്ക് ഇട്ടെടുത്ത് പച്ചമുളകും അതേപോലെ തന്നെ ഉപ്പും കുറച്ച് വെള്ളവും എടുത്തുകാണ്ട് അതൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് രണ്ടും അവിടെ വെച്ചുകാണ്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോഴാണ് നമ്മൾ അന്ന് വാങ്ങിച്ച നമ്മളെ മീനുണ്ടല്ലോ അതവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇവല് രാവിലെ അല്ലെങ്കിൽ ഒരിക്കപ്പോഴാണ് തോന്നുന്നു അന്നൊക്കെ എന്നും രാവിലെ തന്നെ ഫുഡ് കൊടുത്തിന് കേട്ടോ. അതിന് മീൻ തീറ്റൊക്കെ കൊടുത്തിന്. ഇപ്പം അത് ഒരിക്കൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരിക്കൽ തോന്നുമ്പോഴൊക്കെ ഒരിക്കൽ കൊടുക്കല്ലോ കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എവിടെ എത്തിക്കണം എന്തൊക്കെയാണെന്നൊക്കെ നോക്കിക്കാണ്ട് പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അങ്ങനെ അടിച്ചൊരു കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ അടിച്ചൊരുണ്ട്. ലിയ അവിടെ കളിക്കുന്നുണ്ട്. മൂമ്മയുടെ ക്ലാസ് കേൾക്കാട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ ലിയ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാം, അമ്മച്ചി അടിച്ചൊരിക്കണം. അവൾ കണ്ടില്ലേ, അവൾ ടോയ്സൊക്കെ അവിടെ വരത്തിട്ടിരിക്കണം. രാവിലെ ആയാൽ പിന്നെ അവൾ കുപ്പായിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് കുപ്പായ കഴിച്ചിട്ട് കണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അടിച്ചു തരാണ്. എത്ര നമ്മൾ ഒറ്റക്കാണെങ്കിലൊക്കെ കച്ചറ എപ്പോഴും ഉണ്ടാവും. ഓലിങ്ങനെ ഓരോന്നിങ്ങനെ പരത്തിയിട്ട് ഓല് കുറേ പേപ്പറും ടിഷ്യൂ കണ്ടാൽ പിന്നെ ടിഷ്യൂ ഫുള്ള് ഒരു നിരത്തിയിടും. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ അപ്പത്തിന് പരിപ്പ് കറി റെഡി ആയിന് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കറി റെഡി ആയിക്കാണ്ട് പിന്നെ ഞാൻ അതിക്ക് നെയ്യ് ഇട്ടുകാണ്ട് തൂമിക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചുകാണ്ട് ഞാൻ ചെറുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകാണ്ട് ഞാനത് തൂമിച്ച് പാർന്നിട്ടോ. അപ്പുറത്ത് ഞാൻ അതേപോലെ തന്നെ മറ്റേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിനല്ലോ, വായ്ക്കുപ്പേരി, അതിന് വേണ്ടിയിട്ടും തൂമിച്ചിട്ടോ. അങ്ങനെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടും തൂമിച്ച് കണ്ട് പറഞ്ഞിട്ടോ. ഈ പരിപ്പ് നെയ്യിൽ തൂമിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. അത് ചോർക്കല്ലേ നേരത്തിയിട്ട് കുറച്ച് ലൂസാക്കി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇത് കുബൂസക്കൊക്കെ കൂട്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പരിപ്പ് കറി. അപ്പോൾ കുറച്ച് ടൈറ്റ് ആക്കി കണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കറിയാണ്. അപ്പോൾ ഇത് ചോർക്കല്ലേ നേരത്തിയിട്ട് ഞാൻ കുറച്ച് ലൂസാക്കി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉപ്പേരിക്കും അതേപോലെ തൂമിച്ച് പറഞ്ഞു. പിന്നെ അപ്പുറത്ത് മീനും പൊരിച്ചാൻ വേണ്ടിയിട്ട് ഇട്ടുട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് ചോറായും തന്നെ ആയിന് കേട്ടോ. അതാട്ടോ പിന്നെ ആ വീഡിയോ എടുക്കാനത്. അപ്പം നിങ്ങളായിരുന്നു ചോറ് ഉണ്ടാക്കിയിട്ടില്ലേ, വെറും കറി ഉപ്പേരി മീനും ഉള്ളൂ എന്നായിരുന്നു. ചോറ് ഞാൻ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ഉച്ചക്ക് ഫുഡ് എന്ന് കമൻറ്റ് ചെയ്യേണ്ടി. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് അച്ചാറും നാട്ടിൽ നിന്ന് കൊടുത്തയച്ച നല്ല മാങ്ങച്ചാറും കൂട്ടിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ.